രാവിലെ തന്നെ ഈ പാത്രം പിടിച്ച് എങ്ങോട്ടാ പോകുന്നതല്ലേ? ഞാൻ എണീച്ചപ്പോൾ തന്നെ കോഴിയും താറാവും ഒക്കെ നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഫുഡാണേ. അത് കൊടുത്ത് വന്ന ശേഷം വേഗം ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചു ഐസ് പോവാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പേരിക്ക് കുറച്ച് മമ്പയറും എടുത്ത് വെള്ളത്തിലിട്ടേ. പിന്നെ ഇന്ന് ചിക്കൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചു. എന്നാൽ പിന്നെ മീനൊക്കെ മുറിച്ച് കഴിയുമ്പോഴേക്ക് ചിക്കനിലൊക്കെ നന്നായി മസാല പിടിച്ചോളും. കുറച്ച് മീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് വേഗം തന്നെ വെട്ടി വൃത്തിയാക്കി പെട്ടെന്ന് തന്നെ മുളക് കലക്കി അടുപ്പത്തേക്ക് വെച്ചേ. ഞാൻ അങ്ങനെ മുളക് കലക്കിയിട്ടാണ് കറി ഉണ്ടാക്കാറ്. അതിന് ശേഷം വേഗം അപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടു. എന്നാൽ പിന്നെ ഒറ്റയടിക്ക് രണ്ട് പണികളും വേഗം ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞോളും. രണ്ടടുപ്പത്ത് വെച്ചാൽ കറി തിളച്ചപ്പോൾ അതിലേക്ക് മീനൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അപ്പോഴേക്ക് തന്നെ ചിക്കനും വറുത്ത് കഴിഞ്ഞിരുന്നു. കുടിക്കാൻ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ് ചെയ്യാറ്, ടാങ്കത്തെ വെള്ളം എടുക്കാറില്ല. അങ്ങനെ ആ വെള്ളമൊക്കെ കോരി വെച്ചു. പിന്നെ കുറച്ച് പൂള പുഴുങ്ങാനുണ്ടായിരുന്നു, അതും അങ്ങ് അടുപ്പത്തേക്ക് വെച്ചേ. എന്നിട്ട് വേഗം അടിച്ചു വാരി വരാമെന്ന് വിചാരിച്ച് കൊലായിലേക്ക് വന്നപ്പോൾ ചിരു കൊലായിൽ എന്തൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവനോട് വർത്താനൊക്കെ പറഞ്ഞ ശേഷം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ചൂലെടുക്കാൻ പോയേ. അങ്ങനെ മുറ്റത്ത് അത്യാവശ്യം ചണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഈ മെറ്റലുള്ളത് കൊണ്ട് മുറ്റടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ. ഇത് സ്പീഡിൽ കാണിക്കുന്നതിനോണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടാണ് അടിച്ചു വാരി തീരുന്നത്. മെറ്റലിൻ്റെ അകത്തുനിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടിച്ചു വാരി വന്നപ്പം തന്നെ ചിരുവിനുള്ള പാലും ബിസ്ക്കറ്റും കൊടുത്തു. പാലും അങ്ങനെ അതൊക്കെ കഴിച്ചു അവൻ പെട്ടെന്ന്. സാധാരണ അമ്മേനെ കളിപ്പിക്കാറുണ്ട്, പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, വിശന്നിട്ടായിരിക്കും, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പാലും ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ആശാൻ കഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കഴിക്കുക പറഞ്ഞ് ഓമനിക്കണം. അതിനുശേഷം ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ പോയി. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയും ചെറുപയർ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂള പുഴുങ്ങിയതും ഉണ്ടായിരുന്നു, മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നേ. പക്ഷെ ഞാൻ പത്തിരിയാണ് കഴിച്ചത്. പൂളയും മീനും എടുത്തില്ല, ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഓഫുള്ള ദിവസം ആയതുകൊണ്ട് തലയിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചേ. കാച്ചിയ എണ്ണയാണ് തേക്കാറ്. അങ്ങനെ അതൊക്കെ തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം ആദർശിനുള്ള ലഞ്ച് ബോക്സും പാക്ക് ചെയ്തു. ആദർശ് പോയ ശേഷം ഞാൻ വീടും കൊലായും ഒക്കെ അടിച്ചു വാരി തുടച്ചിട്ടു. ഇതാ ഞാൻ തുടച്ച സ്ഥലത്ത് കിടക്കുകയാണ് ആശാൻ, തണുപ്പ് പറ്റി കിടക്കുകയാണെന്ന് തോന്നുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാനൊരു ലോഷൻ മുഖത്ത് തേച്ചേ. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടഹൈ ആണ്, നല്ലതാണ്. ഞാൻ കുറച്ചായി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അലക്കിയത് കുറച്ച് ഇടാനുണ്ടായിരുന്നു. മുകളിലാണേ ഇടാറ്, അവിടെ ആകുമ്പോൾ അത്യാവശ്യം വെയിലും ഉണ്ടാവും. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. ഇതിപ്പം 11 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, പക്ഷെ തീരെ വെയിലുണ്ടായിരുന്നില്ല. അങ്ങനെ അലക്കിയതൊക്കെ ആറിയിട്ട ശേഷം കുറച്ച് അടക്ക ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടി കിടക്കുന്നതൊക്കെ ഞാനൊന്ന് കാലുകൊണ്ട് പരത്തിയിട്ട് കൊടുത്തു. ഇനി ഇതൊക്കെ പൊട്ടിച്ചിട്ട് വിൽക്കണം പൊളിച്ച ശേഷം. അങ്ങനെ കുറച്ച് ഞാനും ചിരു അകത്ത് കിടന്നേ. ഇവനെ ചോറ് തിന്നാൻ വിളിച്ചിട്ട് എണീക്കുന്നേ ഉണ്ടായിരുന്നില്ല. ആശാൻ നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എണീക്കുമ്പോൾ വരട്ടെ എന്ന്. കുറേ തവണ വിളിച്ചു നോക്കിയേ, അങ്ങനെ ഇതിലൊന്നും എണീച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ താനേ എണീച്ച് വന്നു. അങ്ങനെ ചോറ് കൊടുക്കാൻ പോവാണ്. ചോറ് കൊടുക്കാനും കൊടുത്താൽ പെട്ടെന്നൊന്നും കഴിക്കില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ് ആശാൻ കഴിക്കാൻ. കൊതിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിങ്ങനെ ഓമനിച്ച് കൊടുക്കണം. ചോറും ചിക്കനും മുട്ടയൊക്കെയാണ് കൊടുക്കുന്നത്. അത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. വെറുതെ മഞ്ഞളിട്ട് വേവിച്ചിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ ആശാൻ അതൊക്കെ കഴിച്ചേ. അതിൻ്റെ ഇടയിൽ ഞാനും പോയി ഫുഡ് കഴിക്കുന്നുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ രാത്രിത്തേക്ക് ചോറ് കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ചോറിന് അരിയൊക്കെ അടുപ്പത്തിട്ടു. കുറച്ചൊരു ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് ചെറുതായൊരു ഗ്രേവി ടൈപ്പായിട്ട് കറി ഉണ്ടാക്കാമെന്ന് വെച്ചേ. വൈകുന്നേരം ഇന്ന് ഒരു ചെറിയ ന്യൂ ഇയർ പരിപാടി ഉണ്ട്. അപ്പോൾ കുറച്ച് മതിയായിരുന്നു സാധനങ്ങൾ, ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു കഴിക്കുക. അങ്ങനെ അതൊക്കെ ആക്കി വൈകുന്നേരത്തെ ന്യൂ ഇയർ വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോഴാണ് അലക്കിയിട്ടത് മുകളിൽ നിന്ന് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂവേ. ചുറ്റും മരങ്ങളൊക്കെയാണ്, നല്ല രസമാണ് കാണാൻ. കിളികളൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യേ. അങ്ങനെ അലക്കിയിട്ടതൊക്കെ എടുത്തു. അപ്പോഴേക്കും ചായക്കും അങ്ങ് പോയി പാല് വെച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി പിന്നെ ന്യൂ ഇയർ പരിപാടിക്ക് വേണ്ടി പോയേ. വ്ളോഗ് എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ.